ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൂസ് റെസിപ്പി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സേവിങ് ടിപ്പുമായിട്ടാണ്. ബ്രെഡ് നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഒരു ഫുഡ് ഐറ്റമാണ്. അതിൻ്റെ കാലാവധി ആകട്ടെ 5-6 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ കാലാവധിക്കുള്ളിൽ നമ്മൾ ഈ ഫുഡ് ഐറ്റം കഴിച്ച് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിക്കാനും സാധിക്കില്ല. അപ്പോൾ അത് കളയേണ്ടതായിട്ട് വരും. അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും കളയുന്നത് നല്ലതല്ല. നമുക്കിതൊക്കെ ഓരോ ടിപ്പ് ഉപയോഗിച്ചുകൊണ്ട് സേവ് ചെയ്യാം. അപ്പോൾ ഈ ബ്രെഡ് ഈസി ആയിട്ട് സേവ് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഏത് ബ്രെഡാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വാങ്ങുന്ന പ്ലെയിൻ ബ്രെഡ് ആയാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള റോസ്റ്റഡ് ആയിട്ടുള്ള ആ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. റംലാൻ ടൈമിലാണെങ്കിലും അല്ലാത്തുള്ള അവസരങ്ങളിലാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രെഡിൽ മുക്കി പൊരിക്കുന്ന ഈ ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി ബ്രെഡ് ക്രംസ് ഒന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ വെറുതെ കളയാൻ വച്ചിരിക്കുന്ന ബ്രെഡ് കൊണ്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും ഇത് ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ചെറിയ പീസുകളെല്ലാം മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മാക്സിമം നമുക്ക് നിറച്ചു കൊടുക്കാം, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് പീസ് എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്. ഞാനത് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. 2ാമത്തെ ട്രിപ്പും പൊടിച്ചെടുത്തു. നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ സ്പഞ്ചി ആയിട്ടുള്ള പൗഡറാണ്. നമുക്ക് ഈ ഒരു പൗഡർ ഇതുപോലെ തന്നെ സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം അതിന് യാതൊരു രീതിയിലുള്ള ക്രിസ്പ്നെസ്സും ഇല്ല. പിന്നെ ഈ ഒരു റോസ്റ്റഡ് ഭാഗം എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് പൗഡറിൻ്റെ ഫോമിലാണെങ്കിൽ പോലും ഇതിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പലഹാരം ഉണ്ടാക്കുന്ന സമയത്ത് എണ്ണയിലിട്ടൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ അത് മാത്രം ഇങ്ങനെ കരിഞ്ഞിരിക്കും. അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി അതിനുവേണ്ടി ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. ഒത്തിരി ചൂട് വരാൻ പാടില്ല കേട്ടോ പാനിന്. ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കാനും തുടങ്ങണം. ഒരു 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ, ചെറിയ തീയിലിട്ട് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഗോൾഡൻ കളറിലേക്ക് വരും. കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നല്ല ഇതുപോലെ ഇങ്ങനെ കിലുങ്ങുന്ന സൗണ്ട് വരുന്ന രീതിയിൽ വരുമ്പോൾ നമുക്കറിയാം ഇത് പാകമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് ഈ ടൈമിൽ വരുന്നത്. നമ്മൾ ബ്രെഡൊക്കെ നെയ്യൊക്കെ പുരട്ടി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴുള്ള സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ല് വരും. അപ്പം നമ്മൾ ഉറപ്പിക്കാം ഇത് ഓക്കെ ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കണം. കാരണം ചൂട് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരം കൂടി ഇതുപോലെ ഇളക്കി കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ അതുപോലെ തന്നെ വയ്ക്കുക. എന്നിട്ട് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഒരു കുപ്പിയിലേക്കാക്കി സ്റ്റോർ ചെയ്യാം. കുപ്പിയാണെങ്കിലും ഈ എടുക്കുന്ന സ്പൂണ്, പ്ലേറ്റ് എല്ലാം വെള്ളമൊന്നുമില്ലാതെ ഉറപ്പുവരുത്തണം. നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് ഒത്തിരി നാൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള പുട്ടുപൊടിയുടെയൊക്കെ പാകം പോലെ കിട്ടിയാൽ മാത്രമേ ഒത്തിരി നാൾ ഇരിക്കുള്ളൂ. അപ്പോൾ ഇനി തൊട്ട് ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ വേസ്റ്റ് ആക്കി കളയരുത്. ഫുഡ് ഐറ്റംസ് ഒന്നും കളയുന്നത് നല്ലതല്ല. കൊറോണ ടൈമിലാണെങ്കിലും ഇപ്പോൾ ഒത്തിരി പേര് ഫുഡൊന്നും കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുക. ഓരോരോ ടിപ്സൊക്കെ കണ്ടുപിടിച്ച് ഇതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ സേവ് ചെയ്യാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.